ബിഗ് ബോസ് ഷോയിൽ നിന്നും പ്രതിഫലമായി കിട്ടുന്ന പണം വേണ്ട, കിട്ടുന്ന പ്രശസ്തി മാത്രം മതിയെന്ന് പറഞ്ഞെത്തുന്നവരുണ്ടെന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായ അഭിഷേക് ജയദീപ് ഒരു അഭിമുഖത്തിനിടെ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെ വലിയ ചർച്ചകളാണ് അഭിഷേകിന്റെ വാക്കുകളെ ചൂടുപറ്റി നടന്നത്. പ്രതിഫലം വാങ്ങാതെ വരെ വീടിനുള്ളിൽ നിൽക്കുന്നവരുണ്ടെന്നാണ് അഭിഷേക് ജയദീപ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. അതായത് ബിഗ് ബോസ് ഹൗസിലേക്ക് പോകും മുൻപ് ചാനൽ തിരഞ്ഞെടുക്കപ്പെട്ടവരോട് ഒരു തുക പറയും. അതിനോട് യോജിക്കുന്നില്ല എങ്കിൽ സെലക്ഷൻ കിട്ടിയവർക്ക് വിലപേശാം. അത് സെലക്റ്റഡ് ആയവരുടെ പ്രൊഫൈൽ, ക്വാളിഫിക്കേഷൻ എന്നിവയെല്ലാം മാനിച്ച് നെഗോഷിയേറ്റ് ചെയ്യാനും സാധിക്കും. എന്നാൽ ഇതൊന്നും വേണ്ട, പ്രശസ്തി മാത്രം മതിയെന്ന് പറഞ്ഞ് ബിഗ് ബോസ് വീട്ടിലെത്തിയവരുണ്ടെന്നാണ് അഭിഷേക് പറയുന്നത്. അഭിഷേകിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ സീസണിൽ ആരൊക്കെയോ പേയ്മെന്റ് ഇല്ലാതെ മത്സരിക്കാൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ടുണ്ട്. ഫെയിം മതി, പേയ്മെന്റ് വേണ്ട എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതാരാണെന്നൊന്നും താൻ പറയുന്നില്ല. 1-2 പേർ പേയ്മെന്റ് വാങ്ങാതെ വന്നിട്ടുണ്ടെന്നാണ് താൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പറഞ്ഞു കേട്ടത്. അവർക്ക് ഫെയിം മതി, അവർക്ക് പൈസയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു വന്ന ആൾക്കാരുണ്ടെന്നും അഭിഷേക് അഭിമുഖത്തിൽ പറയുന്നു. ഈ വാക്കുകൾ വൈറലായതോടെ അഭിഷേക് പറഞ്ഞവരിൽ ഒരാൾ ഗബ്രിയാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ. അത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിയതിന്റെ കാരണമായി ഗബ്രിയുടെ പുതിയൊരു അഭിമുഖവും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ആ വീഡിയോ ക്ലിപ്പിൽ ഗബ്രി പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ 8 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും 3-4 സിനിമയിൽ അഭിനയിച്ചതിന് മാത്രമേ പ്രതിഫലം വാങ്ങിയിട്ടുള്ളൂ. ബാക്കിയുള്ളവയിൽ നിന്നൊന്നും റെമ്യൂണറേഷൻ വാങ്ങിയിട്ടില്ല. മാത്രമല്ല, എൻ്റെ കയ്യിൽ നിന്നും പൈസ ഇട്ട് വരെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. കാരണം സ്ക്രിപ്റ്റ് തനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ട് അവർക്ക് ബജറ്റ് ഇല്ലെന്ന് മനസ്സിലാക്കി താൻ സ്ട്രഗിൾ ചെയ്ത് അഭിനയിച്ച സിനിമകളാണവയെന്നാണ് ഗബ്രി പറയുന്നത്. റെമ്യൂണറേഷൻ 1 രൂപ പോലും മേടിക്കാതെ ചെയ്ത സിനിമകളാണ്. അങ്ങനെ നോക്കുമ്പോൾ പണം തനിക്ക് സെക്കൻഡറി ആണെന്നാണ് ഗബ്രി പറയുന്നത്. ഇതേ കാര്യം തന്നെ ബിഗ് ബോസിനെ പറ്റിയും ഗബ്രി പറയുന്നുണ്ട്. അതായത് ബിഗ് ബോസിൽ വന്നപ്പോഴും പണം തനിക്ക് സെക്കൻഡറി ആയിരുന്നു. ഒരു നടനായിരിക്കുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് റെക്കഗ്നീഷനാണ്, ഫെയിം അല്ല എന്നും ആളുകൾ നൽകുന്ന ആരാധനയോ സ്റ്റാർഡം പരിപാടിയോ ഒന്നുമല്ല താൻ ഉദ്ദേശിച്ചതെന്നും തിരിച്ചറിയപ്പെടലാണ് തനിക്ക് വേണ്ടതെന്നും തന്റെ ഫേസും ശബ്ദവും പേരും ഒക്കെ ജനങ്ങളിലേക്ക് എത്തണമെന്നുമാണ് ഗബ്രി പറയുന്നത്. ഗബ്രിയുടെ അഭിമുഖത്തിന്റെ വീഡിയോ വൈറലായതോടെ അഭിഷേക് പറഞ്ഞ വ്യക്തി ഗബ്രിയാണോ എന്നാണ് പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. വീഡിയോ വൈറലായതോടെ അഭിഷേക് പറഞ്ഞത് 1-ൽ കൂടുതൽ ആളുകൾ അത്തരത്തിൽ ഉണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഗബ്രി മാത്രമായിരിക്കില്ല, ചിലപ്പോൾ ഇക്കൂട്ടത്തിൽ അർജുനും ഉണ്ടാകുമെന്നും പറയുന്നവരുണ്ട്. കഴിഞ്ഞ വീക്കിലെ എവിക്ഷനിലാണ് ഗബ്രി പ്രേക്ഷകരുടെ വോട്ടിംഗിന്റെ അടിസ്ഥാനത്തിൽ ഹൗസിൽ നിന്നും പുറത്തായത്. ജാസ്മിനുമായി കോംബോ ആരംഭിച്ച ശേഷം ഗബ്രിക്ക് ലഭിച്ചിരുന്ന ജനപിന്തുണയിൽ വലിയ കുറവും സംഭവിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ജാസ്മിൻ ആകട്ടെ ഒറ്റയ്ക്ക് കളിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്. പക്ഷേ ഗബ്രിയുടെ വസ്ത്രങ്ങളും ഗബ്രി ഉപയോഗിച്ച വസ്തുക്കളും ഒക്കെ ജാസ്മിൻ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല, തന്റെ ഉമ്മയ്ക്ക് എഴുതിയ കത്തിൽ ഗബ്രി തന്റെ എല്ലാമായിരുന്നുവെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. ഇതൊക്കെ ജാസ്മിൻ ഗബ്രിയുടെ ആരാധകരിൽ നിന്നുള്ള വോട്ട് പിടിക്കാനുള്ള സഹതാപം നേടിയെടുക്കുന്നതിനാണെന്നുള്ള വിമർശനവും ഉണ്ടാകുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.